ഹായ് ബേബി, ഇപ്പോഴാണോ വന്നേ? യെസ്, സോറി കോൾ ചെയ്യാൻ പറ്റിയില്ല. ബാഡ് സിഗ്നൽ, ഹെവി റെയിൻ. മൈ തോട്ട് ഇസ് മച്ച്. ഹലോ, വർക്കൊക്കെ എങ്ങനെ പോയി? വർക്ക് വാസ് ത്രില്ലിംഗ്. ആർക്കിയോളജി എന്ന് പറഞ്ഞാലേ ത്രില്ലിംഗ് ആയിരിക്കുമല്ലോ കുട്ടാ. ഇപ്രാവശ്യത്തെ വീട് ഒരു വലിയ വീടായിരുന്നു, കൊട്ടാരം പോലെ ഉള്ള ഒരു വീട്. ശരി, അത് പോട്ടെ. ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്ന് എന്താ മോഷ്ടിച്ചെന്നറിയോ? ഹോട്ട് ചോക്ലേറ്റ്. ഹോട്ട് ചോക്ലേറ്റ് മോഷ്ടിച്ചെന്നോ? ഇല്ല കുട്ടാ, അമ്മ ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് തന്നു, അതിനെ പറ്റിയാ പറഞ്ഞേ. ഐ എം ലവിങ് ഇറ്റ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം അവിടെ നിന്ന് എന്താ മോഷ്ടിച്ചെന്ന് പറ. ഇറ്റ്സ് എ ബുക്ക്. നമ്മൾ നേരിട്ട് കാണുമ്പോ അതിനെ കുറിച്ച് പറയാം. ഓക്കേ ഡാ, ടുമോറോ ദെൻ. കോഫി ഡേ 10:30. ഓക്കേ, ലവ് യു ലവ് യു ലവ് യു. ലവ് യു ടു. ബുക്കോ? എങ്ങനത്തെ ബുക്കാ? ഒരു നോവലാണ്, ലവ് സ്റ്റോറി. അറൌണ്ട് 700 to 800 years old. വലിയ വീട്, ഒരു പെട്ടിന്നാ കിട്ടിയത്. അതിന്റെ കൂടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഹായ് സ്വാമിജി. ആ ബുക്ക് നീ തിരിച്ചു വെക്കുന്നതാ നിനക്ക് നല്ലത്. 700-800 വർഷം എന്ന് പറഞ്ഞാ അതില് കുറെ ദുഷ്ടശക്തികളൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നേ. 800 വർഷം മുന്നേ ഉള്ള ബുക്കോ? അത് നിന്റെ കയ്യിലുണ്ടെന്നോ? അതെ, അത് അവളുടെ കയ്യിലാ ഉള്ളത്. അവളിത് പഴയ വീട്ടിലേക്കാ പോയത്. എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ, അവൾ അങ്ങനത്തെ വീട്ടിലേക്ക് പോയാലേ എന്തായാലും ഒന്ന് അടിച്ചു മാറ്റിയിട്ടേ വരുള്ളൂ. ഇത്തവണ ഒരു ബുക്ക് അടിച്ചു മാറ്റിയത് അല്ലടി. ആ ബുക്ക് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കാൻ പറയാനേ മൊത്തം 2 കാര്യമുണ്ട്. ഒന്ന്, അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ബുക്കാണ്. അത് നമ്മുടെ കയ്യിലുണ്ടാവാൻ പാടില്ല, കാരണം അവൾ ആ ഡിപ്പാർട്ട്മെന്റല്ലേ ജോലി ചെയ്യുന്നത്. രണ്ടാമത്തെ റീസൺ, അത് വളരെ ഡേഞ്ചറസാ. പഴമയുള്ള സാധനങ്ങൾ എന്തെടുത്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ശക്തികൾ കാണും. ആർക്കറിയാം അതിൽ വല്ല മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുണ്ടോന്ന്. ഹോ കം ഓൺ അനന്തു, ഇത്രയൊക്കെ അന്ധവിശ്വാസം എന്തിനാ? നമ്മളിപ്പോഴും പഴയ കാലത്തിലാണോ? അവൻ പറയുന്നൊന്നും നീ വലിയ കാര്യാക്കണ്ട. നീ ആ ബുക്ക് നിന്റെ കളക്ഷൻസിൽ വെച്ചോ, എന്നെങ്കിലും നമുക്കൊരു എക്സിബിഷൻ വെച്ചേക്കാം. ഓക്കേ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി ബിസിനസ്. ഇത്തവണത്തെ നമ്മുടെ പ്രോജക്റ്റ് ഒരു ജ്വല്ലറിയുടെ ആഡ് ഷൂട്ടാണ്. ആൻഡ് ക്ലൈന്റ് യെല്ലോ മെറ്റൽ, ഫേമസ് ആയിട്ടുള്ള ജ്വല്ലേഴ്സാ. ദാറ്റ്സ് ഗ്രേറ്റ് സൂര്യ. വണ്ടർഫുൾ. മോഡൽ ആരാ? വി ഹാവ് 2 മോഡൽസ്, ഫിലിം സ്റ്റാർസാ, Okay. ശ്രേയ ആൻഡ് യാമിനി. എടാ റൈറ്ററെ, ഇത്തവണെങ്കിലും കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു സ്റ്റോറി എഴുത്. ദിസ് ക്ലൈന്റ് ഹാസ് ഗോട്ട് ടേസ്റ്റ്. നീ വലിയ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്യണ്ട, വിഷ്വലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യ്. പിന്നെ നീയും സിനിമാറ്റോഗ്രാഫിയിൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഷുവർ. അത്രയും വലിയ ക്ലയൻസ് ആണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം. ഓഫ് കോഴ്സ്, അത് നിന്റെ ഡിപ്പാർട്ട്മെന്റാ. Yeah. യു ക്യാൻ ഡു വൺ തിങ്. ഇത്തവണ നിനക്ക് എന്തായാലും വർക്ക് കൂടുതലായിരിക്കും. സെറ്റൊക്കെ ഇടാം, പക്ഷെ മാക്സിമം നാച്ചുറൽ തന്നെ ആയിക്കോട്ടെ. ലൈക്ക് ഓൾഡ് ഹൗസസ്, സംതിങ് ലൈക്ക് ദോസ് ലൈൻസ്. ഷുവർ. ആദ്യം കോൺസെപ്റ്റ് റെഡി ആവട്ടെ, എന്നിട്ട് അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് റെഡിയാക്കാം. ഡെഫിനറ്റ്ലി. അനന്ത്, സ്ക്രിപ്റ്റ് വളരെ നന്നായിട്ടുണ്ട്. വെരി ഇന്റൻസീവ് ആൻഡ് ടിപ്പിക്കൽ മലയാളം. ഗ്രേറ്റ് ജോബ്. താങ്ക് യു സൂര്യ. ഇനി നമുക്ക് ആവശ്യം ഒരു പഴയ വീടാ. എത്ര പഴമയുള്ളതാണോ അത്രയും നല്ലത്. യെസ്. എനിക്കൊരു വീടറിയാം. എവിടെ? കൊട്ടുകേഹര, മൂഡ്ഗേരയ്ക്ക് ശേഷം വരും. അതൊരു പഴയ വീടാണ്. അതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പക്ഷെ അവിടെ രാജു എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. അയാളോട് ചോദിക്കാം. ഐ തിങ്ക് ഐ ഹാവ് ഹിസ് നമ്പർ. ഓക്കെ. നിന്നോട് പറയണമെന്ന് വിചാരിച്ചാ, ഇന്നലെ നീ പോയത് പിന്നെ ഞാൻ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. എന്ന് വെച്ചാ? ആരോ ഒരാൾ ഒരു ലേഡിക്ക് ഗിഫ്റ്റ് കൊടുത്ത മാതിരി ഒരു ഗോൾഡ് ചെയിൻ, ഒരു ലോക്കറ്റും ഉണ്ടായിരുന്നു. ആ ലേഡി അത് ഇട്ടിട്ട് ഒരുപാട് ചിരിച്ചു. അതൊരു വല്ലാത്ത ചിരിയായിരുന്നു. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ ചിരിക്കാറ്. എന്താ അങ്ങനെയല്ലേ? വിചിത്രമായ ശില്പം എന്ന് പറഞ്ഞാ അത് എക്കോ അടിക്കുന്ന പോലെ. ഇനിയിപ്പോ അത് പ്രേതാണെന്ന് പറയോ? അത് ശരി,
അതിൽ വിചിത്രമായ എന്താ ഉള്ളേ? അവർ ധരിച്ചിരുന്നത് എന്റെ ചെയിൻ. ആ ചിരിയെ അത് ദുഷ്ടശക്തിയല്ലേ? ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. അത് നിനക്ക് നല്ലതേ ചെയ്യൂ. ഇന്നലെ ഞാനും ഒരു സ്വപ്നം കണ്ടു, ഒരു ഭയങ്കരമായ സ്വപ്നം. ഞാനൊരു പ്രേതത്തിനെ കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, ഇവൻ വാ തുറന്ന പ്രേതം ഭൂതം പിശാചെന്ന് മാത്രമേ പറയുള്ളൂ. നിനക്ക് എന്താടാ പ്രശ്നം? ഇതൊക്കെ വെറും സ്വപ്നമല്ലടാ. എനിക്ക് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ വരാറുണ്ട്. കാടിന്റെ ഇടക്ക് ഒറ്റൊരു വീട്, ചെറിയൊരു നടപ്പാത, പിന്നെ കറുപ്പ് സാരിയിട്ട് ഒരു പെണ്ണ്. കറുപ്പ് സാരിയോ? അതേടാ, പക്ഷെ പട്ട് സാരിയാണോ കോട്ടൺ സാരിയാണോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ചോദിച്ചു പറയാട്ടോ. പോടോ. ആ ഇതാണ് ആ വീട്. എടാ ആ ഗ്ലാസ്സിൽ തന്നെ. എനിക്ക് ഒന്ന് മതി. രാജു സർവേ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഓവറായിട്ട് വെട്ടി വിഴുങ്ങല്ലേ. ഇല്ലല്ലേ, ഞാൻ ഡയറ്റിലുള്ള. നീ എന്നെ പേടിക്കണം, നിന്നൊന്നും പറയില്ല. നീ ലെജൻഡ് അല്ലേ. എടാ സൂരി, വെള്ളം ഇറക്കിയത് മതി. ആ രാജു കാലത്ത് വരില്ലേ? പഴയ വീട്ടിലേക്ക് അപ്പോഴല്ലേ പോകാൻ പറ്റൂ. ആ വീട് എവിടെയാ ഉള്ളത്? സ്ഥലം അറിയാം, പക്ഷെ കീസ് വേണം. രാജു പറഞ്ഞു ആ വീട് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് കീസ് മേടിച്ചോണ്ട് വരാന്ന്. അവര് കൊറേ ദൂരമാണത്രേ. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരുമോ അനുഷ്യ? അവളെ എല്ലാരും അനുന്നാ വിളിക്കുന്നത്, അറിയോ? അനു സിയ. ഫുഡ് ശരിക്കും നന്നായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. സെർവ് ചെയ്ത പെണ്ണും അല്ലേ? അതെയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചുമ്മാ അഭിനയിക്കല്ലേ. നീ വായി നോക്കിയതേ ഞാനും കണ്ടു. ഇപ്പോഴും അത് മോത്തുണ്ട്. എടിയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നോ? ഇല്ല, നീ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് വരാം. ഓക്കെ ദെൻ. ഗുഡ് ഗുഡ് നൈറ്റ്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് നാളെ രാവിലെ വരാം. അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങള് ഉണ്ടാക്കി വരാം. ഓ ഗ്രേറ്റ്. എനിക്കും ചപ്പാത്തി ഒരുപാട് ഇഷ്ടാ. ഗുഡ് നൈറ്റ് അനു. ഞാനെന്നാ ഇറങ്ങട്ടെ ഏട്ടാ. എന്താ പറഞ്ഞേ? പോയിട്ട് വരാന്ന് പറഞ്ഞതാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ അതൊന്നും തെറ്റല്ല. അത് ഡേഞ്ചറസാ. ഡേഞ്ചറസോ? അവളാണോ ഡേഞ്ചറസ്, അതോ അവളോട് അട്രാക്ട് ആവുന്നതാണോ? രണ്ടും തന്നെയാ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖം തന്നെയല്ലേ രാജു? ആ നന്നായിരിക്കുന്നു. വരൂ, അകത്തേക്ക് ആ വരൂ. ഓക്കെ. നിങ്ങളുടെ ആൾക്കാരോട് ബാഗ് ഒന്ന് എടുത്തോണ്ട് വരാൻ പറയാം. പണിക്കാരും ഇല്ല മാഡം, ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ഏഹേ ഡോണ്ട് വറി, ഇറ്റ്സ് ഓക്കെ. അതിന് അത്ര വെയിറ്റ് ഒന്നുമില്ല, ഞങ്ങൾ എടുത്തിട്ട് വരാം. കമോൺ ഗായ്സ്. എടാ രാജു, എന്ത് നോക്കി നിക്കാ? പെട്ടി എടുക്കടാ. കമോൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് വെരി സ്വീറ്റ് ഓഫ് യു രാജു. താങ്ക് യു സോ മച്ച്. എടാ ആനന്ദേ, ലഗേജ് ഒക്കെ എടുക്കണം. നീ അങ്ങോട്ടേക്ക് മുങ്ങുവാ. വാ വാ വാ. അവിടെ എന്ത് നോക്കി നിക്കാടാ? പെട്ടെന്ന് വാ.